ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ കഴിയുമ്പോഴത്തേക്ക് മീനാട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഇത് പുട്ടും പഴമായിട്ടും ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഈ പഴം ഈ 2 കഷ്ണമാക്കി ഞാൻ സ്റ്റീമറിൽ ഒന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളത് മൂടിയിട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള റെഡിയാക്കാം. അപ്പോൾ ഇതാ പുട്ടിനുള്ള ഞാൻ ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കണേ. റാഗി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പൗഡറങ്ങ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളൊരു മറ്റേ അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പുട്ട് ചൂടാനുള്ള ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതാ നല്ലപോലെ നമ്മളിങ്ങനെ കൈ വെച്ച് തന്നെ ഇതാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ആ പുട്ടിനുള്ളത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ നിൽക്കുന്നത് അടച്ചെടുക്കണ്ട, നമ്മൾ കൈ വെച്ച് തന്നെ അടച്ചെടുക്കാം. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയോടെ കൂടി മിക്സ് ചെയ്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് പുട്ട് പുഴുങ്ങാനുള്ള പൊടി റെഡിയായി. നമുക്ക് ഇങ്ങനെ കുറ്റിക്കകത്തായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് അവിടെ ആവി കയറുമ്പോഴത്തേക്ക് നമ്മുടെ പഴം പുഴുങ്ങിയെടുത്തു കേട്ടോ. അപ്പോൾ അത് പുട്ടും കൂടെ ആയി. അപ്പോൾ നമുക്കതൊന്ന് കുത്തിയെടുക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലഞ്ചും കൂടെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൾക്ക് സ്കൂളിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ലഞ്ചും കൂടെ കൂടി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞതൊന്നും കിഴങ്ങും സവാളയൊന്നും ഞാൻ ബീട്രൂട്ടാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അതൊന്ന് അരിഞ്ഞ് എടുത്തൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വെച്ചിട്ട് നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മളത് എടുക്കും. അപ്പോൾ കുറച്ച് കിഴങ്ങും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കത് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് അങ്ങനെ അതോടെ ഒന്ന് ആക്കിയെടുത്തു. പിന്നെ മീനുണ്ടായിരുന്നു, മീനും ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. മീൻ അവിടെ റെഡിയായി. നമ്മുടെ തോരനും റെഡിയായിട്ടുണ്ട്. തോരനും റെഡിയായി, മീനും എല്ലാം റെഡിയായി. മീനും ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്കി വെച്ച മീനും തോരനും എല്ലാം കൂടെ ആയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം കാണിച്ച മീൻ കറിയും കൂടെ കുറി വെച്ചായിരുന്നു കേട്ടോ. അത് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ചെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിനകത്ത് അതൊന്ന് കോരിയിട്ട് കൊടുത്തും വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ലഞ്ച് ബോക്സിനകത്ത് തോരൻ ഇട്ട് കൊടുത്തു. മീനും വെച്ച് പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് കറികളായി സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. പിന്നെ മീൻ കറിയും കൂടി എടുക്കാമെന്ന് കരുതി കേട്ടോ. ബോക്സിലേക്ക് ഒരു ടിന്നിലേക്ക് മീൻ കറിയും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.